കുടിയൊഴിപ്പിക്കപ്പെടുന്നവരെല്ലാം ഓരോ പദ്ധതിയുടെയും വിരുദ്ധ ചേരിയിൽ അണിനിരക്കുന്ന കാലത്ത് വ്യത്യസ്തമായ ഒരു കഥയാണ് ഇന്നത്തെ സെയിലിംഗ് കമന്ററി. നമ്മുടെ ക്യാമ്പയിൻ ഏറ്റവും കൂടുതൽ സഹായിച്ച, ഏറ്റവും വലിയ ശക്തിയായി മാറിയ ഒരാളാണ് ഓമനക്കുട്ടൻ അഥവാ മുരുകൻ. പദ്ധതി പ്രദേശത്ത് തൻ്റെ വീടാണ് ഇന്ന് ഗേറ്റ് ഇരിക്കുന്നതിൻ്റെ വലതുവശത്ത് കാണുന്നത്. ശ്രീ ഓമനക്കുട്ടൻ്റെ വീടാണ്. ആ വീടും സ്ഥലവും തൻ്റെ തറവാട് പൂർണ്ണമായും പ്രോജക്റ്റിന് വിട്ടുകൊടുത്ത ഒരു മനുഷ്യൻ ആ പ്രോജക്റ്റിൻ്റെ ഏറ്റവും വലിയ വക്താവായി മാറുന്നു എന്നുള്ളത് ഇന്ത്യയിലെ തന്നെ വികസന ചരിത്രത്തിൽ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കാം. എൻ്റെ അറിവിൽ വേറെ ഏതെങ്കിലും കഥകളുണ്ടെങ്കിൽ പറയണം. സാധാരണഗതിയിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്നവരെല്ലാം ആ പദ്ധതിക്കെതിരെ സമരം ചെയ്യുകയും ലാത്തി ചാർജ് ഏറ്റുവാങ്ങുകയും വെടികൊള്ളുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലത്ത് സിംഗൂരായാലും നമ്മുടെ മൂലമ്പള്ളി ആയാലും അതിൽ നിന്ന് വ്യത്യസ്തമായി ഓമനക്കുട്ടൻ്റെ കഥ നമ്മളെ ആവേശം കൊള്ളിക്കേണ്ടതാണ്. പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനിടയ്ക്ക് ഓരോ നിമിഷത്തെ ചലനവും ഒപ്പിയെടുത്ത് ഞങ്ങളെ അറിയിക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും കഴിഞ്ഞ ഒരാളെന്നുള്ള നിലയ്ക്ക് ഇപ്പോഴും പോർട്ടിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് വികസനവും വളർച്ചയും ഈ നാടിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള തിരിച്ചറിവിലൂടെ ജീവിക്കുന്ന ഒരാളാണ് ശ്രീ ഓമനക്കുട്ടൻ. എൻ്റെ പേര് ഓമനക്കുട്ടൻ. ഞാൻ വിഴിഞ്ഞം സ്വദേശിയാണ്. വിഴിഞ്ഞം മുല്ലൂർ സ്വദേശിയാണ്. അതായത് പോർട്ടിൻ്റെ തൊട്ടടുത്താണ്. 1996-97 കാലഘട്ടങ്ങളിൽ ഈ അണിയറ എന്നുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് നമ്മളിത് ഈ വിഴിഞ്ഞത്തിനെ കുറിച്ച് പഠിക്കുന്നതും ഇതിലോട്ട് ഈ സംഘടനയിലോട്ട് ചേർന്നതും. പിന്നെ അവിടെ നിന്ന് ഓരോരോ സമര പരിപാടികളും മറ്റു കാര്യങ്ങളിലൊക്കെ അങ്ങനെ പങ്കെടുത്ത് അപ്പം ഈ വിഴിഞ്ഞത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ഇടയായി അണിയറയിലൂടെ. അങ്ങനെ പിന്നുള്ള എല്ലാ പരിപാടികളിലും നമ്മൾ പങ്കെടുക്കുമായിരുന്നു. അപ്പം ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ സമരങ്ങളും പിന്നെ ഈ കടലിലുണ്ടായ 2005-ലാണെന്ന് തോന്നുന്നു ഒരു ബോട്ട് ചങ്ങലുണ്ടായിരുന്നു. അങ്ങനെ അതിൽ പങ്കെടുത്ത് അതിൻ്റെ സമാപന സമ്മേളനമായ ശംഖുമുഖത്ത് ആ പരിപാടിയിലൊക്കെ പങ്കെടുത്ത് പിന്നെ ഒത്തിരി സമരങ്ങളൊക്കെ ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് ഒന്നെന്ന് പറയാൻ ഒത്തിരി സമരങ്ങൾ, ഒരുപാട് സമര പരിപാടികളിൽ. പിന്നെ ഒരു പ്രതിഷേധമായ ഒരു മുടിവെട്ട് സമരം അതിൽ പങ്കെടുത്ത്, പിന്നെ ഒരു രക്തദാന ക്യാമ്പ് ഉണ്ടായിരുന്നു, അങ്ങനെ അതിൽ പങ്കെടുത്ത്, ആ സമരത്തിൽ പങ്കെടുത്ത്. പിന്നെ ഒരിക്കൽ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ ഇവിടെ വന്ന് അങ്ങനെ ഒരു സമരം ഉണ്ടായിരുന്നു, അതിൽ പങ്കെടുത്ത്. അങ്ങനെ നിരവധി സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒടുവിൽ അവസാനമല്ല, ഇടയ്ക്ക് വെച്ച് തന്നെ പദ്ധതി തുടങ്ങുന്നതിന് മുമ്പ്, അദാനിക്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു സെക്രട്ടറിയിൽ ഒരു കൂട്ട നിരാഹാര സമരം ഉണ്ടായിരുന്നു. അതൊരു കുറച്ച് അധികം ദിവസം നീണ്ടു നിന്ന സമരം. അപ്പോൾ അതിൽ നമ്മൾ സമരത്തിൽ നിരാഹാരം കിടന്നില്ല, പക്ഷെ അതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തനങ്ങളിലും നമ്മളുണ്ടായിരുന്നു. നമ്മുടെ നാട്ടുകാരനായ ഒരാൾ ലാലൻ, അവൻ ഏകദേശം ഒരു 2-3 ദിവസം കിടന്ന അവസാനം രക്തം ഛർദ്ദിച്ച് ആശുപത്രിയിലായി. അങ്ങനെ ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ പദ്ധതി എന്തായാലും വന്നു, പക്ഷെ നമുക്കത് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ഇപ്പം ഒത്തിരി വലിയ സന്തോഷം ഉണ്ട് ഈ പദ്ധതി ഇങ്ങനെ വന്ന്. ഇപ്പം അതിൻ്റെ 2ാം ഘട്ടം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തുകൊണ്ട് വലിയ സന്തോഷത്തിലാണ്. കാരണം നമ്മൾ ഇറങ്ങിയ ഒരു പരിപാടി അത് വിജയം കണ്ട്. അവസാനമായിട്ട് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരണ ഒരു നീണ്ട കാലത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു നീണ്ട ദിവസ സമരം ഉണ്ടായിരുന്നു. അതായത് ഏകദേശം ഒരു 140 ദിവസം അങ്ങനെ എന്താണ് ആ സമരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് ഈ പ്രദേശത്തെ ജനങ്ങളും ഒരു സമരം സംഘടിപ്പിച്ചു ഇതിനെതിരെ. അങ്ങനെ നിരന്തരം സമരങ്ങൾ, എല്ലാ വൈകുന്നേരങ്ങളിലും ഒരു വാക്ക് തർക്കങ്ങളും അങ്ങനെ തള്ളലൂന്തലൊക്കെ ആയിട്ടുണ്ട്. അവസാനം അതൊരു വലിയ അടിയിൽ തന്നെ കലാശിച്ച്. അങ്ങനെ ഈ പദ്ധതി നിന്നു പോകുന്ന സമയം വന്നപ്പോൾ ഏലിയ സാറ് തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ നിരാഹാര സമരം ആരംഭിച്ചു. അപ്പോൾ എല്ലാ ദിവസവും നമ്മളിവിടെ പോകുമായിരുന്നു. പിന്നെ സാറിനെ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ സാറിനെ അവിടെ നിന്ന് നേരെ ആശുപത്രിയിലേക്ക് മാറ്റി. പകരം പ്രശാന്ത് എന്ന് പറഞ്ഞ ആള് പുള്ളി അങ്ങനെ സമരം ഏറ്റെടുത്ത് ആ സമയത്ത് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ആക്രമണം ഉണ്ടായി. പിന്നെ അങ്ങനെ പോലീസും വിഴിഞ്ഞം സ്വദേശവാസികളുടെ അടിയും ബഹളമൊക്കെ ഉണ്ടായി. അതോടുകൂടി സമരം അവസാനിപ്പിച്ചങ്ങ് പോയി. അപ്പോഴേക്കും നമ്മൾ ഈ പദ്ധതി തന്നെ നിന്നു പോകുന്ന മനസ്സുകൊണ്ട് വിചാരിച്ചതാണ്. പക്ഷെ എന്തോ ഭാഗ്യത്താൽ അത് പിന്നെ കണ്ടിന്യൂ ചെയ്ത്
ഇപ്പം ഇത്രയോളം എത്തിയിരിക്കുകയാണ്. ഈ പദ്ധതി ഓരോ ദിവസവും നിരീക്ഷിക്കുന്ന ആളാണ് ഞാൻ. കാരണം എല്ലാ ദിവസവും ഇവിടെ വന്ന് ഈ പദ്ധതി നിർമ്മാണ സ്ഥലം കണ്ടിട്ടേ പോവുള്ളൂ. മിക്കവാറും രാവിലെയാണ് അല്ലെങ്കിൽ വൈകുന്നേരം ഏതെങ്കിലും ഒരു സമയം ഇവിടെ എത്തിയിരിക്കും, അത് കണ്ടിരിക്കും. അങ്ങനെ ഇവിടുത്തെ എല്ലാ നിർമ്മാണങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം കടലിൽ 3 കിലോമീറ്റർ ദൂരം അവർ വർഷങ്ങൾക്കുള്ളിൽ ബ്രേക്ക് വാട്ടർ നിർമ്മിച്ച് പൂർത്തിയാക്കി. പക്ഷേ ഒരു 1.5 കിലോമീറ്റർ റോഡ് നിർമ്മാണം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 വർഷം തന്നെ ആവണമെന്ന് പറയാം. ഇതുവരെ അത് പൂർത്തിയായിട്ടില്ല. ഇനി എന്ന് പൂർത്തിയാവുമെന്ന് അറിയില്ല. അഥവാ പൂർത്തിയായാൽ തന്നെ ഇപ്പൊ ഇവിടെ നിന്നുള്ള വാഹനം തിരുവനന്തപുരത്തിന് പോകാൻ പറ്റും, തമിഴ്നാട്ടിൽ നിന്നുള്ള വാഹനം ഇങ്ങോട്ട് വരാൻ പറ്റും. പക്ഷേ തിരുവനന്തപുരത്ത് നിന്നുള്ള വാഹനം ഇവിടെ എങ്ങനെ വരും, ഇവിടെ നിന്നുള്ള വാഹനം തമിഴ്നാട്ടിൽ എങ്ങനെ പോകുന്നുള്ള ഒരു ഇതുമായിട്ടില്ല. ഒരു 2 ഭാഗത്തേക്ക് റോഡ് തിരിഞ്ഞു പോകുന്നുണ്ട്, അത്ര തന്നെ. അല്ലാതെ ആധികാരികമായ ഹൈവേയിലിട്ട് തൊടുന്ന രീതിയിലായിട്ടില്ല ഇവർക്കും. അത് എന്നാവുമെന്നും ഒരു പിടുത്തവുമില്ല. ഏകദേശം 10 വർഷമായി നിർമ്മാണം തുടങ്ങിയിട്ട്, റോഡ് നിർമ്മാണം. ഈ 10 വർഷത്തിനിടയിൽ ഒരു 10 കമ്പനി തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പൊ 2ാം ഘട്ടം നിർമ്മാണം തുടങ്ങിയിട്ട് വളരെ ചുരുക്കം ദിവസമേ ആയുള്ളൂ. അപ്പം നമ്മൾ രാവിലെ ഈ പോർട്ട് ജംഗ്ഷനായ കലങ്കയുടെ വരുമ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ അത്യാധുനിക മെഷീൻ സംവിധാനങ്ങളൊക്കെ വന്നിറങ്ങുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം, അടുത്ത നിർമ്മാണം ഉടനെ പൂർത്തിയാവുമല്ലോ എന്നുള്ളത്. എന്തായാലും നമുക്ക് 2028 ഇതിന്റെ സമ്പൂർണ്ണ തുറമുഖമായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അത് മറ്റുള്ള തുറമുഖങ്ങളെ, ഞാൻ യൂറോപ്പിലൊക്കെ പോയിട്ടുള്ള ആളാണ്, മറ്റുള്ള തുറമുഖങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു ചെറുതാണ്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സമയം കിടക്കുന്ന കപ്പലുകളൊക്കെ എന്ന് വെച്ചാൽ 100-ലധികം കപ്പലുകളൊക്കെയാണ് ഓരോ സമയം വന്നു പോകുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ വെറും 2-3 കപ്പലൊക്കെയാണ് ഓരോ ദിവസം വന്നു പോകുന്നത്. അപ്പൊ ഇനി ഭാവിയിൽ അങ്ങനെ ആയിത്തീരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ 2ാം ഘട്ട നിർമ്മാണം തുടങ്ങിയപ്പം നമുക്ക് ഒരു സന്തോഷമുണ്ട്. കാരണം എത്രയും പെട്ടെന്ന് പൂർത്തിയാവും. നാട്ടിൽ ഈ റോഡ് മാർഗമുള്ള കണ്ടെയ്നർ സർവീസൊക്കെ ഉണ്ടാവും. അപ്പോൾ നാട്ടുകാർക്കൊക്കെ ഒരുപാട് പ്രയോജനം ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷയാണ്. അടുത്തുള്ള ഭാവി തലമുറയ്ക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഇതുകൊണ്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ വിഴിഞ്ഞം വിഷയം ഏലിയാസ് സാറിനെ പോലെ മറ്റൊരാൾക്ക് ഈ വിഷയം അവതരിപ്പിക്കാൻ ഇന്ന് ഒരാളില്ല ഇനി. കാരണം അത്രമാത്രം സാറിനോട് ചോദിച്ചതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. ഒരുപാട് പാർട്ടിയുടെ ഒരുപാട് പരിപാടികൾക്ക് തന്നെ ഈ വിഷയം അവതരിപ്പിക്കാൻ ഏലിയാസ് സാറിനാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ കൂടെ പോയിട്ടുണ്ട്. അത് പോയിട്ട് റെസിഡൻസ് അസോസിയേഷനുകൾ ഒരുപാട് റെസിഡൻസ് സാർ വിളിച്ചിട്ടുണ്ട് ഏലിയാസ് സാറിന്, അവരുടെ വാർഷികത്തിനൊക്കെ. അവിടെയും സാർ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കും. അപ്പോഴേക്കും അവർ വന്ന് ഒരുപാട് പേരും സാറിനോട് ചോദിക്കും, സാറേ ഇത് നമുക്ക് അപ്പുറത്തെ റെസിഡൻസ് സാർ അങ്ങോട്ട് വരണം. അപ്പോൾ സാറ് ശരി, നിങ്ങൾ ഒരു ദിവസം ഫിക്സ് ചെയ്ത് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് റെസിഡൻസ് സാർ നമ്മുടെ ഈ ഏരിയയിലും തിരുവനന്തപുരത്ത് നിറയെ റെസിഡൻസ് സാറിനെ വിളിച്ചിട്ടുണ്ട്, ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഏലിയാസ് സാർ അവതരിപ്പിക്കും പോലെ മറ്റൊരാൾക്ക് ഈ വിഷയം അവതരിപ്പിക്കാൻ പറ്റില്ല, അത് നമുക്കറിയാം. അതുപോലെയാണ് ഈ തുറമുഖത്തിന് വേണ്ടി ഒരു 100 ഏക്കർ സ്ഥലം നമ്മൾ ഈ ചപ്പാത്ത് പുന്നക്കുളത്ത് എടുത്തിട്ടുണ്ട്. അതിന്റെ 2 കിലോമീറ്റർ ദൂരം. ആ സ്ഥലം എടുത്തതിന്റെ അന്ന് മുതൽ വെറുതെ കിടക്കുകയാണ്. ആ സ്ഥലത്തിന്റെ എൻഡ് ഭാഗമായ പുത്തളത്ത് ഇവിടെ ഒരു ഈ വെടിക്കോപ്പുകൾ, മറ്റേ ഈ പാറ പൊട്ടിക്കണവുമായി ബന്ധപ്പെട്ട ഈ വെടിക്കോപ്പുകൾ സൂക്ഷിക്കാൻ വേണ്ടി ഒരു ചെറിയ പെട്രോൾ പമ്പ് പോലെ ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട്. അല്ലാതെ ബാക്കി സ്ഥലങ്ങളൊക്കെ ഇത്രയും വർഷങ്ങളായിരിക്കുന്നത് വെറുതെ കിടക്കുകയാണ്. സ്ഥലം ഒരു വികസനവും ഇല്ല, കിടക്കുകയാണ്. 100 ഏക്കറാണ്. അപ്പൊ ഇതിങ്ങനെ വെറുതെ കിടന്ന് പാഴായി പോലെ. അപ്പൊ അതെടുത്ത് അവർക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ? അവിടെ ഈ വല്ല എന്തെങ്കിലും മറ്റ് വികസന പരിപാടികളോ, കണ്ടെയ്നർ യാർഡോ മറ്റെന്തെങ്കിലും. അവിടെ ഒന്നും ഒരു ഇതുമില്ല. ഇങ്ങനെ ചുമ്മാ വെറുതെ കിടക്കുകയാണ് സ്ഥലം. ഞാൻ ജനിച്ചു വളർന്ന് വെച്ചാൽ കടലിന്റെ കരയിലാണ്. അപ്പൊ ഞാൻ രാവിലെ കാഴ്ച കാണുന്നത് കടലിനെയാണ്. അപ്പൊ മിക്കവാറും ദിവസങ്ങൾ, മിക്കവാറും അല്ല, ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ചിൽ ഈ മാസങ്ങളിലൊക്കെ ഈ ക്രൂയിസ് കപ്പൽ വരും, യാത്രാ കപ്പൽ. അത് വിഴിഞ്ഞത്ത് വരുമായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് രാവിലെ പോവും, പിന്നെ അതിനെ യാത്ര അയച്ചിട്ട് ഞാൻ തിരിച്ചു പോരുള്ളൂ. അങ്ങനെയായിരുന്നു. ഞാൻ അതിൻ്റെ അടുത്തായിരുന്നു. പിന്നെ ഈ സിമന്റ് കപ്പൽ, ഗുജറാത്തിൽ നിന്ന് സിമന്റ് കപ്പൽ വരുമായിരുന്നു. അപ്പോഴും ഇതുപോലെയാണ്. ഞാൻ ഇവിടെ നിന്ന് രാവിലെ പോവും, അവിടെ ചെന്ന് അതിനെ യാത്ര അയക്കില്ല, അത് 2-3 ദിവസം ഉണ്ടാവും. അപ്പൊ ഈ 2-3 ദിവസം അവിടെ തന്നെ ഈ രാവിലെ പോവും, വൈകുന്നേരം വരും. അങ്ങനെയായിരുന്നു. പിന്നെ നമ്മളെ ഈ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ അവിടെ പോയിട്ടുണ്ട്, ഈ സിമന്റ് ഇറക്കാനും കയറ്റാനും ഒക്കെ. അങ്ങനെയൊക്കെ നമുക്ക് ഈ കപ്പലിനോടും കടലിനോടും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. പിന്നെ ആ സമയത്ത് തന്നെ ഈ ഏലിയാസ് സാറിന്റെ ഈ അണിയറ പ്രോഗ്രാമിൽ ഈ വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. അവിടെ വന്ന് സാറിന്റെ ടീമുകൾ അവിടെ വന്ന് ഷൂട്ട് ചെയ്ത് വൈകുന്നേരങ്ങളിലുള്ള ഞായറാഴ്ച വൈകുന്നേരം 8 മണിക്കുള്ള പ്രോഗ്രാമിൽ, അണിയറ പ്രോഗ്രാം ഇതെല്ലാം ഉണ്ടാവുമായിരുന്നു.